ഇനി മാക്രോ ലെൻസുകളിൽ 2 കാറ്റഗറീസ് ആണുള്ളത്. അതിൽ പ്രധാനമായിട്ടും അത് കാറ്റഗറൈസ് ചെയ്യുന്നത് അതിൻ്റെ മാഗ്നിഫിക്കേഷൻ റേഷ്യോ വെച്ചിട്ടാണ്. അതായത് 2:1 അല്ലെങ്കിൽ 1:1 അല്ലെങ്കിൽ 2:1 അല്ലെങ്കിൽ 5:1 ഇങ്ങനെ പല റേഷ്യോയിലും നിങ്ങൾക്ക് മാക്രോ ലെൻസുകൾ കിട്ടുന്നുണ്ട്. അപ്പോൾ മാക്രോ ലെൻസുകൾ മാഗ്നിഫിക്കേഷൻ റേഷ്യോ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ ലെൻസിൻ്റെ ഫ്രണ്ടിലുള്ള ഒബ്ജക്റ്റിൻ്റെ അതേ സൈസിൽ നിങ്ങളുടെ സെൻസറിലേക്ക് ആ ലെൻസ് പതിപ്പിച്ച് തരുന്നുണ്ടെങ്കിൽ അതിനെ 1:1 എന്ന് വിളിക്കാം. അതായത് 10 മില്ലിമീറ്റർ ഉള്ള ഒരു ഒബ്ജക്റ്റാണ് ലെൻസിൻ്റെ മുന്നിലുള്ളത്. അത് പുറകിലോട്ട് എത്തുമ്പോഴും 10 മില്ലിമീറ്റർ സൈസിൽ തന്നെയാണ് പകർത്തിയെടുക്കുന്നതെങ്കിൽ അതിനെ 1:1 എന്ന് പറയാം. പക്ഷേ പല ലെൻസുകളും മുന്നിലുള്ള ഒരു 10 മില്ലിമീറ്റർ ഉള്ള ഒരു ഒബ്ജക്റ്റാണ് ലെൻസിൻ്റെ മുന്നിലുള്ളതെങ്കിൽ അത് സെൻസറിലെത്തുമ്പോൾ 20 മില്ലിമീറ്റർ സൈസിലേക്ക് എൻലാർജ് ചെയ്ത് തരും. അതിനെ നമ്മൾ 2:1 റേഷ്യോ മാഗ്നിഫിക്കേഷൻ റേഷ്യോ പറയുമ്പോൾ 2:1 എന്ന് പറയും. ഇനി ക്യാനൻ്റെ MPE65 എന്നൊരു ലെൻസ് ഉണ്ട്. അതിൻ്റെ മാഗ്നിഫിക്കേഷൻ റേഷ്യോ 5:1 ആണ്. അതായത് നിങ്ങളുടെ ലെൻസിൻ്റെ മുന്നിൽ ഒരു ഒബ്ജക്റ്റ് ഒരു 10 മില്ലിമീറ്ററാണ് ഉള്ളതെങ്കിൽ അത് സെൻസറിലോട്ട് പതിപ്പിക്കുമ്പോൾ 50 മില്ലിമീറ്റർ ഉള്ളതായിട്ട് മാറും. അതായത് 10 മില്ലിമീറ്റർ ഉള്ള ഒരു ഒബ്ജക്റ്റ് സത്യം പറഞ്ഞാൽ അതിന് ഫ്രെയിമിൻ്റെ പുറത്ത് പോകും. അതിനേക്കാളും മാഗ്നിഫൈ ചെയ്തിട്ട് നമുക്ക് കാണിച്ചു തരും. ഇപ്പോൾ ചെറിയ ഈച്ച, തുമ്പി, കൊതുകിൻ്റെയൊക്കെ ഫോട്ടോ എടുക്കുമ്പോൾ ഇങ്ങനെയുള്ള ഹൈ മാഗ്നിഫിക്കേഷൻ റേഷ്യോ ഉള്ള ലെൻസുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ നല്ല ഫോട്ടോസ് എടുക്കാൻ സാധിക്കും. പക്ഷേ ഇതിലൊക്കെയുള്ള ഒരു കുഴപ്പം എന്താണെന്ന് പറഞ്ഞാൽ മാക്രോ ലെൻസുകൾക്ക് ഡെപ്ത് ഓഫ് ഫോക്കസ് എന്നത് വളരെ കുറവാണ്. നിങ്ങൾ എത്ര അപ്പർച്ചർ റേറ്റിംഗ് അപ്പർച്ചർ നമ്പർ കൂട്ടിയാലും നിങ്ങൾക്ക് കിട്ടുന്നത് ഒരു ബ്ലേഡ് കനത്തിലുള്ള ഡെപ്ത് ഓഫ് ഫോക്കസ് ആയിരിക്കും. അതായത് നിങ്ങളുടെ ഒരു ഈച്ചയുടെ തലയിൽ ഫോക്കസ് ചെയ്തിട്ട് ഫോട്ടോ എടുക്കുകയാണെങ്കിൽ ആ തലയുടെ പുറകിലോട്ടുള്ള ഈച്ചയുടെ ശരീരം ഫോക്കസ് ആവില്ല. അങ്ങനെ അധികം F16 ഈ MP65 എന്നൊക്കെ ഉള്ള ലെൻസുകൾ F16 തന്നെയാണ്. എന്നാൽ പോലും നിങ്ങൾക്ക് ഈച്ചയുടെ തലയാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ഉടൽ ഫോക്കസ് ആവില്ല. അങ്ങനെ ഒരു ഡെപ്ത് ഓഫ് ഫോക്കസ് വളരെ കുറവാണ് ലെൻസുകളിൽ കിട്ടുന്നത്. അപ്പോൾ ഡെപ്ത് ഓഫ് ഫോക്കസ് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യണമെങ്കിൽ ഫോക്കസ് സ്റ്റാക്കിങ് എന്നുള്ള ഫോട്ടോഗ്രാഫിക് മെത്തേഡ് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അത് ഉപയോഗിച്ചിട്ട് നമുക്ക് കംപ്ലീറ്റ് ഏരിയയും ഷാർപ്പാക്കി എടുക്കാൻ പറ്റും. എന്നാലും നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യം മാക്രോ ലെൻസുകൾക്ക് ഡെപ്ത് ഓഫ് ഫോക്കസ് വളരെ കുറവാണ്. ഇനി മാഗ്നിഫിക്കേഷൻ റേഷ്യോ കുറച്ചുകൂടി കൂടിയ ലെൻസുകളുണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞത് എക്സ്ട്രീം മാക്രോ എന്നൊരു കാറ്റഗറിയിലാണ്. അതായത് 1:1, 1:2 ഒക്കെ റേറ്റിംഗ് വരുന്നതിന് നമ്മൾ മാക്രോ എന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ 1:5 വരുന്നതിനെ എക്സ്ട്രീം മാക്രോ എന്നാണ് വിളിക്കുന്നത്. ഇനിയിപ്പോൾ അതിനേക്കാളും മാഗ്നിഫിക്കേഷൻ റേഷ്യോ കൂടിയ ഒരു തരം ലെൻസുകൾ നമ്മുടെ മുന്നിലുണ്ട്. നമ്മളെപ്പോഴും കാണുന്നതുമാണ് അല്ലേ, ലാബുകളിൽ ഉപയോഗിക്കുന്ന മൈക്രോസ്കോപ്പ്. അതിൻ്റെ മാഗ്നിഫിക്കേഷൻ റേഷ്യോ 200, 300 ഒക്കെയാണ്. അപ്പോൾ അതിൻ്റെ മുന്നിൽ വരുന്ന ഒരു ബ്ലഡ് സെല്ലൊക്കെ ആണെങ്കിൽ കൃത്യമായിട്ട് നമ്മൾ കണ്ണിൽ കാണുന്ന വലിപ്പത്തിലേക്ക് അത് നമുക്ക് വലുതാക്കി തരും. അപ്പോൾ മാഗ്നിഫിക്കേഷൻ റേഷ്യോ കൂടുതൽ വരുന്നതിന് നമ്മൾ മൈക്രോസ്കോപ്പിക് ലെൻസുകൾ എന്നാണ് പറയുന്നത്. നിക്കോണിൻ്റെ ഒരുപാട് മൈക്രോസ്കോപ്പിക് ലെൻസുകൾ നമ്മുടെ SLRൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന വിധത്തിലുള്ള ലെൻസുകൾ ഇന്ന് മാർക്കറ്റിൽ ലഭ്യമാണ്. വളരെയധികം കോസ്റ്റ്ലിയാണ് ഇത്തരം ലെൻസുകൾ. അതുപോലെ ഇന്ന് വരുന്ന മിക്കവാറും മൈക്രോസ്കോപ്പുകളെല്ലാം തന്നെ ഡിജിറ്റൽ ക്യാമറ മൗണ്ട് ചെയ്യാൻ പറ്റുന്ന വിധത്തിലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ അത്തരം ഫോട്ടോസ് എടുക്കാൻ ആഗ്രഹം, ബ്ലഡ് സെൽസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള കുഞ്ഞു കണ്ണിൽ കാണാത്ത ജീവികളുടെ ഫോട്ടോ എടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഇത്തരം മൈക്രോസ്കോപ്പുകളെ ആശ്രയിക്കുന്നത് നല്ലതായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് മൈക്രോസ്കോപ്പിക് ലെൻസുകൾ ഉപയോഗിക്കാം. മൈക്രോസ്കോപ്പിക് ലെൻസുകൾ ഉപയോഗിച്ചാലും ഇത് നമുക്ക് ഒരിക്കലും കയ്യിൽ പിടിച്ചിട്ട് ഷൂട്ട് ചെയ്യാൻ സാധിക്കില്ല. അതിനെപ്പോഴും അത്രയും നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഹോൾഡ് ആവശ്യമാണ്. ഒരു പൊടിക്ക് ഒരു മില്ലിമീറ്ററിൻ്റെ 10-1 അനങ്ങിയാൽ പോലും ഇതിൻ്റെ ഫോക്കസ് ഔട്ടായി പോകും.